ഫസ്റ്റ് നമുക്ക് ഒന്നാമത്തെ കാര്യം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വെറുതെ പോസ്റ്റ് ഇടുന്നതല്ല. അതായത് ഒത്തിരി ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന ഒരു തെറ്റായ ധാരണയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പോസ്റ്റ് ഇടുന്നത് എന്നാണെന്ന്. സത്യത്തിൽ അതങ്ങനെയല്ല. അത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടു മച്ച് എക്സ്പെൻസീവ് ആണ് എന്നാണ് എല്ലാവരുടെയും ധാരണ. ശരിയായ രീതിയിൽ നല്ല ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, സോ ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിയാണ്, സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് വളരെ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ക്വാളിറ്റിയുള്ള ലീഡ് കിട്ടുന്നില്ല എന്നാണ്. അതായത് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യമായി ചെയ്യാത്തവരായതുകൊണ്ട് എന്താണ് ലീഡ് എന്ന് ഞാൻ പറയാം. അതായത് നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്ത് അതുവഴി നമ്മളെ കുറേ പേര് കോണ്ടാക്ട് ചെയ്യും. ഈ കോണ്ടാക്ട് ചെയ്യുന്നവർ നമ്മുടെ പ്രൊഡക്റ്റ് ശരിക്കും വാങ്ങണമെന്ന് നിർബന്ധമല്ല. ഒരുപക്ഷെ 100 പേര് കോണ്ടാക്ട് ചെയ്താൽ ഒരാളായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഒരു റേഷ്യോ ആണ് ക്വാളിറ്റിയെ നമ്മൾ അളക്കുന്നത്. സോ 100 പേരിൽ ഒരാളാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന് കാണിക്കുമ്പോൾ നമുക്കതിന് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അതിനെ ലോ ക്വാളിറ്റി ലീഡാണെന്ന് പറയാം. എന്താണ് ലോ ക്വാളിറ്റി ലീഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പ്ലീസ് ടൈപ്പ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ലോ ക്വാളിറ്റി ലീഡിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? സോ ഇപ്പൊ 100 പേര് നമുക്ക് കോണ്ടാക്ട് ചെയ്തു, എനിക്ക് ഈ പ്രൊഡക്റ്റ് വേണം എന്ന്. പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ ഈ 100 പേരും അറ്റൻഡ് ചെയ്യുന്നില്ല. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 2 to 3 minutes നഷ്ടപ്പെടും. അതായത് 300 മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഏകദേശം ഒരു 2 മണിക്കൂറിന് മേലെ. നിങ്ങളുടെ ഒരു ദിവസം 100 ലോ ക്വാളിറ്റി ലീഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ 2 മണിക്കൂർ നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വെക്കണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ ടെൻഷൻ ഉണ്ടാകും. കാരണം ഞാൻ പെയ്ഡ് ആഡ് ചെയ്തു, അതിൽ എന്നെ കോണ്ടാക്ട് ചെയ്തു, ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ അവർ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇങ്ങനത്തെ അനുഭവങ്ങൾ ഒഴിവാക്കാനാണ് നമ്മളൊരു സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്. ഇനി 4ാമത്തെ കാര്യം, എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേടിയാണെന്ന് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള ഒരേ ഒരു കാരണം, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിൻ്റെ റിസൾട്ട് എത്ര കിട്ടും, അതുമാത്രമല്ല എങ്ങനെ ചെയ്യണം, ഈ കാര്യങ്ങളുടെ ക്ലാരിറ്റി കുറവാണ് സത്യത്തിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമായി മാറുന്നത്. പിന്നെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് അവരും ഇതേ അനുഭവം പറഞ്ഞിട്ടുണ്ടാവാം. കാരണം തെറ്റായ ഒരു സ്ട്രാറ്റജിയിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ അത് ടു മച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു ലോ ക്വാളിറ്റി ലീഡ്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നമ്മൾ തെറ്റായ ആൾക്കാരിലേക്കാണ് നമ്മളുടെ പരസ്യം എത്തുന്നതെങ്കിൽ അവിടെ 10 പേര് കാണുന്നതിന് പകരം 100 പേര് കാണും. അപ്പം നമുക്ക് 10 ഇരട്ടി കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ പരസ്യം കാണുന്ന എല്ലാ ആൾക്കാരും നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിയിരുന്നെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കിയേ. അതായത് 100 ലീഡ്സ് വരുന്നു, ആ 100 ലീഡ്സും നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ എങ്ങനെയുണ്ടാവും? നിങ്ങൾക്ക് അത് സന്തോഷം തരുന്നുണ്ടോ? ഇഫ് യു ഫീൽ ഹാപ്പി, പ്ലീസ് ടൈപ്പ് മീ ഇൻ ദ ചാറ്റ് ബോക്സ്. താങ്ക് യു വെരി മച്ച്. സോ അത് നമുക്ക് പോസിബിൾ ആണ്. അതിനാണ് ഞങ്ങൾ ട്രിപ്പിൾ ഡി മാർക്കറ്റിംഗ് എന്ന സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ വെബിനാറിൽ കണ്ടിരിക്കും, ഫസ്റ്റ് 3 സെക്കൻഡിൽ നിങ്ങളുടെ ആഡ് കസ്റ്റമറെ ഇംപ്രസ് ചെയ്യിക്കണം. അതിൻ്റെ കാരണം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ സ്ക്രോളിംഗ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ചെയ്യുന്നത്, അല്ലേ?
ഈ 3 സെക്കൻഡ് ടൈമിനുള്ളിൽ ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു അത്രയും ഇംപ്രസീവായ ഒരു കണ്ടന്റ് നിങ്ങളുടെ മുമ്പിൽ വന്നാലേ നിങ്ങൾ അവിടെ പോസ് ചെയ്യുള്ളൂ. അല്ല യു സ്ക്രോൾ, പിന്നെയും പിന്നെയും നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ടൈപ്പ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. സോ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലെ നമ്മുടെ പരസ്യം എത്രത്തോളം ടാർഗറ്റ് ഓറിയന്റഡ് ആയിരിക്കണം, അതേപോലെ എത്രത്തോളം നമ്മുടെ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യിക്കണമെന്ന്. സോ അങ്ങനെ ഒരു പരസ്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായും ഈ കൊണ്ടുവരുന്ന 100 ലീഡും ഗുഡ് ക്വാളിറ്റി, അതിനെ ഹോട്ട് ലീഡ് എന്ന് നമ്മൾ പറയും. ഹോട്ട് ലീഡ് ആയിരിക്കും. അവരെല്ലാവരും നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ റെഡി ആയിരിക്കും. ഫസ്റ്റ് 3 സെക്കൻഡിൽ നിങ്ങളുടെ ആഡ് കസ്റ്റമറെ ഇംപ്രസ് ചെയ്യിക്കണം. അതിൻ്റെ കാരണം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ സ്ക്രോളിംഗ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ചെയ്യുന്നത്, അല്ലേ? ഈ 3 സെക്കൻഡ് ടൈമിനുള്ളിൽ ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു അത്രയും ഇംപ്രസീവായ ഒരു കണ്ടന്റ് നിങ്ങളുടെ മുമ്പിൽ വന്നാലേ നിങ്ങൾ അവിടെ പോസ് ചെയ്യുള്ളൂ. അല്ല യു സ്ക്രോൾ, പിന്നെയും പിന്നെയും നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. സോ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലെ നമ്മുടെ പരസ്യം എത്രത്തോളം ടാർഗറ്റ് ഓറിയന്റഡ് ആയിരിക്കണം, അതേപോലെ എത്രത്തോളം നമ്മുടെ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യിക്കണമെന്ന്. സോ അങ്ങനെ ഒരു പരസ്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായും ഈ കൊണ്ടുവരുന്ന 100 ലീഡും ഗുഡ് ക്വാളിറ്റി, അതിനെ ഹോട്ട് ലീഡ് എന്ന് നമ്മൾ പറയും. ഹോട്ട് ലീഡ് ആയിരിക്കും. അവരെല്ലാവരും നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ റെഡി ആയിരിക്കും. സിംപ്ലി പറഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ സ്റ്റോക്ക് തരൂ അല്ലെങ്കിൽ ഈ ഐറ്റം അയച്ചു തരൂ എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് നിങ്ങളുടെ ഓരോ അഡ്വർടൈസ്മെൻറ്റും നമുക്ക് മാറ്റാൻ പറ്റും. കസ്റ്റമറുടെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കിയാണ് നിങ്ങളുടെ ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ആഡിൽ കസ്റ്റമറെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റും. വിത്ത് ഒരു ട്രിപ്പിൾ-D മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പവർഫുള്ളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഒരു അട്രാക്റ്റീവ് അല്ലാത്ത ഒരാഡ്, അതും ഇതേപോലെ തന്നെ കോസ്റ്റ്ലി ആവും. കാരണം എന്താ? അട്രാക്റ്റീവ് അല്ലാത്ത ആളുകൾ കാണും, യഥാർത്ഥ കസ്റ്റമർ ആണെങ്കിലും അവർ സ്ക്രോൾ ചെയ്ത് വിടും, അവിടെ കാണില്ല. പക്ഷേ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അവരെ കാണിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ പൈസ മേടിക്കും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ട്രിപ്പിൾ-D എലമെന്റ്സ് ഓരോ ആഡിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത്.